നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാകുമ്പോൾ തീരെ സോഫ്റ്റ് ഉണ്ടാവില്ല, കുറച്ച് ഹാർഡൊക്കെ ആയിരിക്കും, പിന്നെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പം അത് കറക്റ്റ് ആ കോമ്പിനേഷൻ കിട്ടിയാൽ മാത്രമാണ് ഇഡ്ഡലിയും ദോശയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പച്ചരി വേണം, പിന്നെ പുഴുക്കലരി വേണം. പച്ചരി ഞങ്ങളൊക്കെ വീട്ടിൽ ഈ രണ്ടും റേഷന് കിട്ടുന്നതാണ് എടുക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ അതിൽ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നല്ല ടേസ്റ്റിൽ കിട്ടാറുള്ളത്. നമ്മൾ വില കൂടിയ അരി വാങ്ങിച്ച് ഉണ്ടാക്കുമ്പോൾ അടക്കം ഇത്രയും ടേസ്റ്റിൽ കിട്ടാറില്ല. അപ്പം ഞങ്ങൾ ഈ രണ്ട് അരിയും, റേഷൻ്റെ പച്ചരിയും പിന്നെ റേഷനെ തന്നെ പുഴുങ്ങലരി കിട്ടില്ല, അതാണ് എടുക്കാറ് സാധാരണ. പുഴുങ്ങലരി എന്ന് പറയുമ്പോൾ മറ്റേ കുത്തരി അല്ല കേട്ടോ, സാധാരണ വെള്ളരിയായിട്ട് കിട്ടാറില്ലേ, അത് ഈ കാണിച്ചിരിക്കുന്ന ഇമേജിലുള്ളത് തന്നെ. പച്ചരിയും പുഴുങ്ങലരിയും ഇത് രണ്ടും റേഷൻ അരിയാണ്. ഇപ്പം നിങ്ങൾക്ക് റേഷൻ്റെ അവൈലബിൾ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരി വാങ്ങിച്ചിട്ട് പിന്നെ മറ്റേത് പുഞ്ഞിയുടെ അരി എടുത്താലും മതി. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കൂട്ടാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ഒരു ദിവസത്തേക്ക് സാധാരണ ഒരു ഫാമിലി, ഒരു 4-5 പേരുള്ള ഫാമിലിക്കാണെങ്കിൽ ഉള്ള കൂട്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ നിങ്ങളുടെ ആളുകളുടെ മാറ്റത്തിനനുസരിച്ച് നിങ്ങൾ മാറ്റിയെടുക്കുക കേട്ടോ അളവ്. അപ്പം നമുക്ക് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ഇട്ടിരിക്കുന്ന ഗ്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലാസ് എടുക്കാം. ഏകദേശം ഒരു അളവ് പാത്രം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏകദേശം സാധാരണ നോർമൽ ഗ്ലാസ്സാണ്, അതാണ് ഞാൻ അതിലിട്ട് വെച്ചിരിക്കുന്നത്. സോ നമ്മളിത് പച്ചരിയിൽ നിന്ന് 1 ഗ്ലാസ് എടുക്കാം. അതുപോലെ തന്നെ ഈ പുഴുങ്ങലരി കാണുന്നില്ലേ, പുഴുങ്ങലരിയിൽ നിന്നും 1 ഗ്ലാസ് എടുക്കാം. രണ്ടും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. പച്ചരിയിൽ നിന്ന് 1 ഗ്ലാസ്, പിന്നെ പുഴുങ്ങലരിയിൽ നിന്ന് 1 ഗ്ലാസ്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് വേണം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഉഴുന്നാണ് അടുത്ത് വേണ്ടത്. പച്ചരിയും പുഴുങ്ങലരിയും ഒരേ അളവിൽ എടുത്തിരിക്കണം. അടുത്ത നമ്മൾ ഉഴുന്നാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. 1 ഗ്ലാസ് തന്നെ എടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത ഏത് ഗ്ലാസ് ആണോ അതുകൊണ്ട് തന്നെ വേണം എല്ലാം അളക്കാനായിട്ട്. 3 അരിയല്ല 2 അരി, അതായത് പച്ചരി 1 ഗ്ലാസ്, പുഴുങ്ങലരി 1 ഗ്ലാസ്, ഉഴുന്നും 1 ഗ്ലാസ്, 3ഉം ഒരേ അളവിൽ വേണം എടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നത്. നമ്മൾ ചോറല്ല കേട്ടോ ഇവിടെ ചേർക്കുന്നത്. ചോറ് ഇടുന്നതിനായിട്ടും ഞങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ വീട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഉലുവയാണ്. പച്ചരിയും പുഴുങ്ങലരിയും ഉഴുന്നും ഒരേ ഗ്ലാസ് എടുത്തു. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഉലുവയാണ്. ഉലുവ ഒരു കുഞ്ഞ നുള്ള്, ഒരു 2 വിരലും 3 വിരലും കൂട്ടിയിട്ട് തള്ളവിരലും ബാക്കി 2 വിരലും കൂടെ കൂട്ടിയെടുക്കുന്ന ഒരു നുള്ളില്ലേ, അത്രേ ആവശ്യമുള്ളൂ. അത്രയാണ് ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ആ മെഷറിങ് കാണിക്കാം കേട്ടോ. മെഷർ ചെയ്തിരിക്കുന്നത് ഇതാ കണ്ടോ, ഇതുപോലെയാണ് ഉലുവ എടുക്കേണ്ടത്. കുറച്ച് എടുത്താൽ മതി കേട്ടോ. 3 വിരലുകൊണ്ട് നമുക്ക് എത്ര എടുക്കാൻ പറ്റുമോ അത്രയും എടുക്കേണ്ട ആവശ്യമുള്ളൂ. പച്ചരി പുഴുങ്ങലരി പിന്നെ ഉഴുന്ന് ഒരേ അളവിൽ, പിന്നെ കുറച്ച് ഒരു ഉലുവ, ഇത്രയാണ് ചേർക്കുന്നത്. ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുക. പച്ചരിയും പുഴുങ്ങലരിയും ഒരുമിച്ച് വെള്ളത്തിലിടാം. ഉഴുന്ന് ഞങ്ങൾ വേറെ ആയിട്ടാണ് ഇടുന്നത്. ഉലുവ അതുപോലെ തന്നെ നമ്മൾ പച്ചരിയുടെ കൂടെ, പച്ചരിയും പുഴുങ്ങലരിയും ഉലുവയും കൂടെ ഒരുമിച്ച് വെള്ളത്തിലിടാണ് ചെയ്യാറ്. ഏകദേശം ഒരു 10 മണിയോടെ ചേർന്നിട്ടാണ് ഇതൊക്കെ വെള്ളത്തിലിട്ട് വെക്കാറുള്ളത്. 2 അരിയും പച്ചരിയും പുഴുങ്ങലരിയും പിന്നെ ഉലുവയും കൂടെ ഒരുമിച്ച് വെള്ളത്തിലിട്ട് വയ്ക്കും. അതുപോലെ തന്നെ മറ്റേ ഉഴുന്ന് വേറെ ആയിട്ടിട്ട് വയ്ക്കും. അരയ്ക്കുമ്പോഴും വേറെ ആയിട്ട് തന്നെ എടുത്തിട്ടാണ് അരയ്ക്കാറുള്ളത്. പിന്നെ അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇഡ്ഡലി ആണെങ്കിൽ നമുക്കറിയാമല്ലോ വെള്ളം കുറച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട്. ദോശ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ബാറ്റർ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അടച്ചിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പാത്രത്തിലാക്കി വെക്കുക. കാലത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരിക്കും, നല്ല സോഫ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടുന്നത്. ദോശയാണെങ്കിലും നല്ല ദോശ ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി മാവാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ അടിപൊളി ടിപ്സുമായിട്ട് ഇനിയും വരാം കേട്ടോ. നിങ്ങളെ കാണുന്നതിനനുസരിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. നിങ്ങളെ കാണുന്നൊന്നും ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് മടിയാവും, അതാണ് ഉണ്ടാവുന്നത്. കാണണമെങ്കിലൊക്കെ കുറച്ചും കൂടിയൊക്കെ വീഡിയോസായിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.